കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ. നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞങ്ങളെ മോർണിംഗ് വാക്കിന് പോവുക. അപ്പം ആ വീഡിയോ ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചേ. ഞങ്ങൾ ഇതിലേ കൂടെയാ നടക്കാൻ പോകുന്നേന്ന് കേട്ടോ. എന്നാ ബാ. കണ്ടോ, തൊട്ടടുത്ത് കനാലാ. കനാലിലെ വെള്ളം നിറഞ്ഞൊഴുകുന്ന കണ്ടോ. ഇതൊരു രസമാണ് കേട്ടോ ഇതിലേ കൂടെ നടക്കാൻ പോകാൻ. ഇതിലേ നല്ല ശുദ്ധവായു. ഫാറ്റി ലിവർ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഫാറ്റി ലിവർ. എനിക്കാണെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പം ഇതുപോലെ സ്കാൻ ചെയ്തായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ അന്നൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയമല്ലേ. അപ്പം ഞാൻ ജോലിയൊന്നും ചെയ്യാതെ അതൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിലും മിക്കവർക്കും കാണുന്നുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിരുന്നു. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പം പുതിയ പേരൊക്കെ ആണല്ലോ, ഹെപ്പറ്റോമെഗലി. കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് നടക്കാനാണ്. അതിനെക്കൊണ്ട് നടക്കാൻ പോവുകയാണേ. ഇത് കണ്ടോ, പണ്ടൊക്കെ ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന, പണ്ടും അതെ ഇപ്പോഴും അതെ. കണ്ടോ പൂക്കൾ നിൽക്കുന്നുണ്ടോ. ഞങ്ങൾ ഏപ്രിൽ ചെടി എന്ന് പറയും വരുന്നത്. ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കിനും ഇത് കൂട്ടത്തോടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. രാവിലെയൊക്കെ എണീക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഞങ്ങൾ 5 മണിയാകുമ്പോൾ എണീറ്റിട്ട് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:45 കഴിയുമ്പോഴത്തേക്കിനാണ് സാധാരണ ഇറങ്ങാറ്. രാവിലെ എണീറ്റ് വരാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ, കനാൽ പാലം. കണ്ടോ, ഇവിടെ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുക. കണ്ടോ, ഇതുണ്ടോ, കാണാൻ നല്ല രസമാണ്. മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് മൂവാണ്ട മാങ്ങയോ, വെള്ള മൂവാണ്ട മാങ്ങ ആണെന്ന് തോന്നുന്നു. റോഡിലോട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇതേണ്ട ഇവിടെ ഉണ്ട്, റോഡിൽ പോകുന്ന കാഴ്ചകൾ കാണിക്കുന്ന കേട്ടോ. ഉണ്ടോ, ഇത് കിളിച്ചുണ്ടനാന്ന് തോന്നുന്നു. അതൊന്നും നമ്മൾ തൊടുവല്ല കേട്ടോ, കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, ഭയങ്കര ആഴമാണ് കനാല്. കണ്ടോ എന്തോ കുഴിയാന്ന് നോക്കി. അങ്ങോട്ടൊക്കെ പോയെങ്കിലേ തീർന്നു. പിന്നെ കണ്ടോ,
ഉം. നമ്മുടെ അവിടെ ഒന്നും അത്രയും ആഴമില്ല എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ആഴമാണ്. ഇവിടെ മാറി നടക്കടാ. ഇപ്പൊ ഞങ്ങളുടെ ഡെയിലി റൂട്ടീനാണ് ഇതൊക്കെ കേട്ടോ. രാവിലത്തെ നടപ്പ്, ഇനി ചെന്ന് കഴിഞ്ഞിട്ട് വീട്ടിലെ ജോലികൾ കഴിയുന്നത്രോളം നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പക്ഷെ വീഡിയോ ഇത്തിരി ലെങ്തി ആയി പോകും. നിങ്ങൾ കണ്ട് ബോറടിക്കുവാണെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുക. കണ്ടോ, നമ്മൾ ഇത്രയും ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു 2 വീലറാണ് കണ്ടത്. അത് പത്രം കൊടുക്കാൻ പോകുന്ന ഒരാൾ. അല്ലാതെ ഇവിടെ വാഹനങ്ങളൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടോ തടസ്സമോ അല്ല. നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകാത്ത വാഹനങ്ങളുടെ ഇതുകൊണ്ട് തിരക്ക്. പിന്നെ ഇത് റോഡും നല്ലതാണ്. നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ നല്ല കൃഷി സ്ഥലങ്ങളും നല്ല ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അവരുടെ ഒന്നും അനുവാദം കൂടാതെ നമുക്കതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അതൊന്നും നിങ്ങളെ കാണിക്കാത്ത കേട്ടോ. ഇതിൽ നടന്നു പോകുന്നവർക്ക് നല്ല മനസ്സിനൊരു ഭയങ്കര സന്തോഷവും മനസ്സിനൊരു കുളിർമ തരുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പച്ചപ്പ്, പ്രകൃതി ഭംഗി നല്ലതല്ലേ. പ്രകൃതി സൗന്ദര്യം ഇഷ്ടമില്ലാത്ത ആരാളെ. അപ്പോൾ നല്ല നല്ല രസമാണ് അല്ലേ നടന്നു പോകാൻ. നമ്മളെ പണ്ട് പഴമക്കാർ പറയും കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലെന്നായെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ലിവർ ശരിയാക്കി വരുമ്പോഴത്തേക്കിനും നടുവിൻ്റെ പാർട്സുകളൊക്കെ ഇളകും. നടുവിൻ്റെ വേദനയൊന്നും ഇല്ലാത്തവരൊക്കെ വേണം കേട്ടോ ഇങ്ങനെ നടക്കാൻ, ഇത്രയൊക്കെ നടക്കാൻ. അല്ലാത്തവർക്ക് വേണ്ടി എക്സർസൈസുകളും അങ്ങനത്തെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പറ്റുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യണം. നടക്കുന്നത് നല്ലതാണ്. എന്നാലും എൻ്റെ ഒരു സജഷൻ പറഞ്ഞതാണ്. ഇതുപോലെ തഴച്ചു നിന്ന മരമായത് മുമ്പേ ഞാൻ കാണിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ തടിയൊക്കെ ഉണങ്ങി നിൽക്കും. എന്താ ഇതിൽ ഒരാളിൻ്റെ വീഴ്ചയിൽ നമുക്ക് സന്തോഷിക്കാനൊന്നുമില്ല. അതാണ് ഈ മരത്തിൻ്റെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തോ നീളം വന്നേക്ക് ഒരട്ട. ഞങ്ങളുടെ കൂടെ ഒരു ക്യാമറാമാൻ ഉണ്ട് കേട്ടോ. അവന് വീഡിയോയിൽ വരാനേ നാണക്കേടാ. അപ്പൊ അവനെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ നടന്നിട്ട് തിരിച്ചു വരുമ്പോഴേ നല്ല ഒരു വ്യൂ ആണ്. ഉദയ സൂര്യൻ ഒക്കെ പറയുന്ന പോലെ കണ്ട സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ട. നല്ല രസമല്ലേ.
കണ്ടോ? സൂര്യൻ ഉദിച്ചു വരുന്ന കണ്ടോ? കണ്ടോ? നല്ല രസമല്ലേ? ഈ കാഴ്ചയൊക്കെ കാണണമെങ്കിലേ നമ്മൾ രാവിലെ എണീക്കണം. കണ്ടോ എന്ത് രസമാന്ന് നോക്കിയേ. ഒരു ബോൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ. കണ്ടോ? മതി. ഞങ്ങളുടെ നടപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.